ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കനത്ത മഴയിൽ മുങ്ങി കൊച്ചി നഗരം. എറണാകുളത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. ആലുവ റെയിൽവേ സ്റ്റേഷൻ, പുളിഞ്ചോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. 20-ലേറെ കടകളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആൻമരിയ സണ്ണിയും എസ് ശ്യാംകുമാറും വിവരങ്ങൾ നൽകും. ശ്യാമ, എനിക്ക് തോന്നുന്നത് എറണാകുളം നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ ആകെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അസാധാരണമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എറണാകുളത്ത് പെയ്തത്. 60, 65 അല്ലെങ്കിൽ 70, 75 മില്ലിമീറ്റർ മഴ പെയ്തതിന്റെ കണക്കുകളും വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നഗരത്തിലെ സാഹചര്യം ശ്യാമം? വിജയകുമാർ, ഈ എറണാകുളം നഗരത്തിന്റെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിലാണ് മഴ വളരെ ശക്തമായത്. ആലുവയിൽ കഴിഞ്ഞ 3 മണിക്കൂറിൽ 62 മില്ലിമീറ്റർ മഴ പെയ്തു. കളമശ്ശേരിയിൽ അത് 3 മണിക്കൂറിൽ 42 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതിതീവ്ര മഴയാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചക്കരപ്പറമ്പ് ഭാഗത്താണ്. ഇവിടെ ബൈപ്പാസിന് സമീപത്താണ് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. വെള്ളക്കെട്ടിലേക്ക് വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. നേരത്തെ ഇരുചക്ര വാഹനങ്ങളടക്കം ഇവിടെ വന്നത് ഓഫായി പോയ സ്ഥിതിയും ഉണ്ടായിരുന്നു. അങ്ങനെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ പെയ്ത മഴ വലിയ ദുരിതമുണ്ടായിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥിതി അതീവ രൂക്ഷമാണ്. കാരണം പല സ്ഥലങ്ങളിലും വീടുകളിലും കടകളിലും അടക്കം വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് എറണാകുളം ബൈപ്പാസിൽ ചക്കരപ്പറമ്പിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതുപോലെ തന്നെയാണ് നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലാകെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിതീവ്ര മഴ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു എന്നതിന്റെ നേർചിത്രമാണ് ഈ കാണുന്നത്. വിജയകുമാർ, ഇടപ്പള്ളിലൊക്കെ നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ നൽകുന്ന സമയത്ത് അവിടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോഴൊരു കഴിഞ്ഞ ഒരു അരമുക്കാൽ മണിക്കൂറായി നേരിയ തോതിൽ മഴയ്ക്കൊരു ശമനമുണ്ടെന്ന് തോന്നുന്നു. വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ ആ മേഖലകളിലൊക്കെ? വിജയകുമാർ, ഇടപ്പള്ളി ടോളിൽ അല്പസമയം മുമ്പ് നമ്മൾ എത്തുമ്പോൾ അവിടെ പ്രധാനപാത ദേശീയപാതയാണ്. അവിടെയാണ് വാഹനഗതാഗതത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെള്ളത്തിന് നേരിയ ശമനം, അതായത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായത് വെള്ളക്കെട്ടിന് അല്പം ആശ്വാസം നൽകിയിട്ടുണ്ട്. പക്ഷെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയത് വളരെ പതുക്കെയാണ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഗ്രാമമേഖലകളാണ്. അതായത് ആലുവ തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ വെള്ളക്കെട്ട് പ്രശ്നമായിരിക്കുന്നത്. അവിടെയാണ് കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അടക്കം വെള്ളം കയറിയ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായത്. ആ പ്രദേശത്ത് ആൻമരിയ ഉണ്ട്. ഏതായാലും നഗരത്തിലും ഗ്രാമത്തിലുമുള്ള വ്യത്യാസമില്ലാതെ വെള്ളം കെട്ട് ഇപ്പോൾ കൊച്ചി നഗരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മണിക്കൂറിൽ പെയ്ത മഴയാണ് അപ്രതീക്ഷിതമായ വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. യെസ്, ശ്യാം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ 3 മണിക്കൂറിൽ ആലുവയിൽ മാത്രം പെയ്തത് 62 മില്ലിമീറ്റർ മഴയാണ്. കളമശ്ശേരിയിൽ 42 മില്ലിമീറ്റർ മഴ പെയ്തു. ഈ മഴ തുടർച്ചയായി ഇത്രയും അതിതീവ്ര മഴ പെയ്തതിന്റെ അതിന്റെ ഒരു പാർശ്വഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നഗരത്തിൽ മുഴുവൻ വെള്ളക്കെട്ടാണ്. നഗരങ്ങളിൽ പ്രധാനപ്പെട്ട മുഴുവൻ കേന്ദ്രങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് റോഡ് മുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ആലുവയിലേക്കാണ് പോകുന്നത്. ആൻമരിയ ആലുവ പുളിഞ്ചോട് ജംഗ്ഷനിലാണുള്ളത്. ആൻമരിയ, നേരത്തെ അവിടെ വീടുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറിയതിന്റെ വിവരങ്ങൾ വന്നിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ആലുവ മേഖലയിലെ? വിജയകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് അല്പം മാറിയിട്ടാണ്. പക്ഷേ ഈ ഭാഗത്തും ശക്തമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ട്. നമ്മൾ ആദ്യം നിന്ന ഭാഗത്തു നിന്നും ഈ വണ്ടികളെല്ലാം മറു സൈഡിലേക്ക് ആദ്യഘട്ടത്തിലൊക്കെ മാറ്റിവിട്ടിരുന്നു. പിന്നീട് ആ മെയിൻ സർവീസ് റോഡുകളിലൊക്കെ ആയിട്ട് വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഈ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വീണ്ടും അതേ വഴി തന്നെ കടത്തിവിടാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ഈ ചെറിയ വാഹനങ്ങൾക്ക് ഈ വഴി കടന്നു പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം ആ രീതിയിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ഈ പ്രദേശം മുഴുവനായിട്ടുമുണ്ട്. ഒരു ഭാഗം മാത്രമല്ല, ഈ പുളിഞ്ചോട് ഭാഗത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും ഈ രീതിയിലുള്ള വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സമീപത്തെ കടകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും വെള്ളക്കെട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ ശക്തമായിട്ട് തന്നെ പെയ്യുകയാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കാൽനട യാത്രക്കാർക്കൊന്നും പോകാനായിട്ട് സാധിക്കുന്നില്ല. വാഹനങ്ങളൊക്കെ പകുതി ഭാഗത്ത് ഈ വെള്ളക്കെട്ട് കാണുന്ന ആ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾക്കൊക്കെ വീണ്ടും
തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം ഈ ചെറിയ വാഹനങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. ഈ ബസ് ഉൾപ്പെടെയുള്ള വലിയ ലോറികൾ, ഈ അത്തരം വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ പ്രദേശങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ വരുന്നത്. പക്ഷെ അതിന്റെ ഈ ചെറിയ വാഹനങ്ങളൊക്കെ വരുമ്പം വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കുണ്ടാകും, വാഹനങ്ങൾ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നിൽക്കുന്ന ആ പ്രദേശത്ത് തന്നെ ഒരു വാഹനം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാറിന്റെയൊക്കെ പകുതി ഭാഗത്തോളം വെള്ളം കയറിക്കൊണ്ടാണ്, ആ രീതിയിലാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത്. രാവിലെ നമ്മളോടൊരു ചേട്ടൻ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഈ 30 വർഷമായിട്ട് ഈ ഭാഗത്തൊക്കെ ഈ രീതിയിൽ വെള്ളം കയറുന്നതാണ്. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അത് ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. ഈ സമീപത്തെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഈ കടകളിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വെള്ളം നീക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് മഴ പെയ്തുണ്ടായ വെള്ളമാണോ അതോ അവിടെ തോട്ടിൽ നിന്നോ പുഴയിൽ നിന്നോ ഒക്കെ റോഡിലേക്കും വീടുകളിലേക്കും വെള്ളം കയറിയതാണോ? വിജയകുമാർ, ഇന്ന് രാവിലെ പെയ്യുന്ന ശക്തമായിട്ടുള്ള മഴ, ആ മഴ തുടർച്ചയായിട്ട് ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ കാനകളുടെ പ്രവർത്തനം, അത് ആ കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ടല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളം ഇതുപോലെ ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഈ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. അതിന്റെ പുറകുവശത്ത് വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതായത് ഈ കാനകളിൽ നിന്നും പൊങ്ങിയിരിക്കുന്ന വെള്ളം ഈ താഴേക്ക് വെള്ളത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ രീതിയിലാണ് വെള്ളക്കെട്ട് ഈ പ്രദേശത്തെല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കടകളൊക്കെ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തെ എല്ലാം അടച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്നും ചില വീടുകളിൽ നിന്നൊക്കെ ആളുകളെല്ലാം മാറി താമസിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങിയിട്ടുണ്ട്. ആളുകളുടെ ഭാഗത്ത് ചെറിയ തരത്തിൽ, നമ്മൾ ആദ്യം വന്നപ്പോൾ ചെറിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊക്കെ നഗരസഭയ്ക്കെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധങ്ങളെല്ലാം. ചില വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്, ചിലത് വലിയ വലിയ വാഹനങ്ങളെല്ലാം ഈ വഴി തന്നെയാണ് വരുന്നത്. വിജയകുമാർ, ഇത് എറണാകുളം, ആലുവ നഗരങ്ങളിലെ അവസ്ഥയാണ്. ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി മഴ പെയ്യുകയാണ്. കനത്ത മഴയിൽ നഗരത്തിൽ പൂർണ്ണമായും വെള്ളക്കെട്ടിൽ അമർന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പിൻ്റെ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ എറണാകുളത്തൊക്കെ മഞ്ഞ മുന്നറിയിപ്പായിരുന്നു, യെല്ലോ മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വരുമ്പോഴേക്കും അത് ഓറഞ്ച് മുന്നറിയിപ്പിലേക്ക്, തീവ്ര മഴ മുന്നറിയിപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. മഴ തുടരാൻ അടുത്ത മണിക്കൂറുകളിലും മഴ തുടരും എന്ന സൂചനയാണ് കാലാവസ്ഥാ വിദഗ്ധർ അല്ലെങ്കിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. സംസ്ഥാനത്ത് 3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും മഴ മുന്നറിയിപ്പുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വീണ്ടും അടച്ചു. കനത്ത മഴയിൽ ചുരം റോഡിലേക്ക് കല്ലുകൾ അടർന്നു വീഴുന്നത് ഇപ്പോഴും തുടരുകയാണ്. വയനാട് ലക്കിടിയിൽ കനത്ത മഴയാണ്. ലക്കിടിയിലും താമരശ്ശേരി അടിവാരത്തും നിരവധി യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. കുടുങ്ങിയ വാഹനങ്ങൾ കോൺവോയ് അടിസ്ഥാനത്തിൽ കടത്തിവിടുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ലക്കിടിയിൽ നിന്നും സമീർ സി മുഹമ്മദ് ചുരം വ്യൂ പോയിന്റിൽ നിന്നും വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്താണ് ചുരത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം? അവിടെ രാവിലെ കടന്നു പോകാനായി ചുരം റോഡിലേക്ക് കയറിയ വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആ വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്കും ലക്കിടി ഭാഗത്തേക്കും ഇപ്പോൾ കോൺവോയ് അടിസ്ഥാനത്തിൽ പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? നിലവിലിപ്പോൾ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിജയകുമാർ, ഇത്രയ്ക്കധികം വാഹനങ്ങൾ ലക്കിടി കവാടത്തിന് മുന്നിൽ, അതായത് വയനാട് ജില്ലയിലേക്കുള്ള പ്രവേശന കവാടമാണ്, തൊട്ടപ്പുറത്ത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഈ മലയിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളതെന്നുള്ളതാണ് പ്രതിസന്ധി. പലരും വഴിയിൽ കുടുങ്ങിയ ഒരവസ്ഥ. കാരണം ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകളടക്കം വലിയ പ്രശ്നം അഭിമുഖീകരിക്കുന്ന അവസ്ഥ. ഫലത്തിൽ വയനാട്ടിലേക്ക് പ്രവേശനം നടക്കാത്തൊരു അവസ്ഥ. അതാണ് ഇപ്പോൾ സ്ഥിതി. ഇപ്പോൾ ആളുകൾ ആശ്രയിക്കുന്നത് നാടുകാണി ചുരവും ഒപ്പം തന്നെ കുറ്റ്യാടി ചുരവുമാണ്. ഇതിലൂടെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. പക്ഷേ അവിടെയെല്ലാം തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പലരും പല കാര്യങ്ങൾക്കും വേണ്ടി പുറപ്പെട്ട ആളുകളാണ്. ഇന്നലെ രാത്രിയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ
പക്ഷേ ഇന്നത്തെ മഴയിൽ സ്ഥിതി മാറി. ഇന്നത്തെ മഴ എന്ന് പറയുമ്പോൾ അത് കനത്ത രീതിയിലുള്ള മഴയാണ്. ഇപ്പോൾ ഓറഞ്ച് അലേർട്ടായ ഒരു സാഹചര്യമുണ്ട്. ആ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി മഴപ്പെയ്ത്ത് കൂടി. അതനുസരിച്ച് ഈ ചെറിയ കല്ലുകൾ, അതായത് ഇന്നലെ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ചില നടപടികളൊക്കെ നടത്തിയതാണ്. അതായത് ഈ പാറക്കല്ലെല്ലാം തന്നെ ഇളകി നിൽക്കുന്ന പാറക്കല്ലെല്ലാം തന്നെ പൊളിച്ച് നീക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതാണ്. പക്ഷേ എന്നിട്ട് പോലും മണ്ണിളകുന്ന ഒരു സ്ഥിതി, അങ്ങനെ ആളുകൾ കുടുങ്ങിപ്പോകുന്ന ഒരു അനുഭവം, ആ ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമായെല്ലാം തന്നെ ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്ത് വഴിയിൽ കുടുങ്ങിയ ഒരു അനുഭവം, ആ അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു ദുരവസ്ഥയെ നേരിടുന്ന ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത് കോഴിക്കോട്, വയനാട് ജില്ലയിലെ ഉദ്യോഗസ്ഥരാണ്. വയനാട് ജില്ലയിലെ കളക്ടർ നിരവധി തവണ ഇവിടേക്ക് എത്തി, SP എത്തി, മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തി. ADM ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഇവിടുന്ന് മടങ്ങിയത്. ഇവിടുത്തെ പോലീസ് സന്നാഹം, വൈത്തിരി പോലീസ്, ഒപ്പം തന്നെ കൽപ്പറ്റയിലെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുന്നത് വയനാട് ജില്ലയിലെയാണ്. പക്ഷേ ഒരു മുതിർന്ന, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഡെപ്യൂട്ടി തഹസിൽദാറാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അതിനെതിരെ വലിയ പരാതിയും ആക്ഷേപവും ഉയരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരാത്തത് എന്നുൾപ്പെടെയുള്ള ആക്ഷേപമുണ്ട്. പല മനുഷ്യരും, ഇവരൊക്കെ യാത്ര കുടുങ്ങിപ്പോയ ആളുകളാണ്. എവിടേക്കാണ് പോയിരുന്നത്? ഞങ്ങൾ ഇവിടെ പിന്നെ ബത്തേരിക്ക് പോയായിരുന്നു. അപ്പോൾ ലോഡ് കയറ്റാൻ വന്ന് രാവിലെ പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ രണ്ടാമത് ഇത് ഇടിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞാണ്. അപ്പോൾ 10 മണിക്ക് അവിടെ എത്തേണ്ടായിരുന്നു. കോഴിക്കോട്. അദ്ദേഹം താമരശ്ശേരിക്ക് പോകേണ്ട യാത്രികനാണ്, കുടുങ്ങിപ്പോയി. ഇങ്ങനെ 2 വീലറും മറ്റുമായി ഇവിടെ യാത്ര ചെയ്ത ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇവിടെ കുടുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഉണ്ടായത്. ഇടയ്ക്കിടയ്ക്ക് ഈ കല്ലുകൾ താഴേക്ക് പതിക്കുന്നുണ്ട്. കല്ലുകൾ എന്ന് പറയുന്നത് ചീളുകളാണ്. അതായത് ഇവിടുത്തെ ഒരു പാറ എന്ന് പറയുമ്പോൾ അത് പരന്ന പാറയാണ്. പാളികൾ എന്ന് വേണം വിശേഷിപ്പിക്കുക. ഉരുണ്ട പാറയല്ല, പരന്ന പാറകളാണ്. ആ പാറകളാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി മണ്ണ് ഒലിച്ച് ഇറങ്ങിയത് മൂലം ഒരു നീർച്ചാൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും ഇങ്ങനെ പതുക്കെ താഴേക്ക് പതിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. എന്തായാലും നീണ്ട നിര, വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ചേട്ടാ എവിടേക്കാ പോകുന്നത്? ചേട്ടാ ഇവിടെ അടിവാരത്തേക്ക് സ്റ്റോപ്പായി പോയി, ആകെ ബുദ്ധിമുട്ടായിരിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്ലോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അത് അടിവാരത്ത് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു ടീമിനെ കൊണ്ട് ഇങ്ങോട്ട് ഓട്ടം വന്നതാണ് മേപ്പാടിക്ക്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിച്ചിലായി പോകുന്ന വിചാരിച്ച് പോകുന്നതാണ്. ഇനി പോകാന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങോട്ട് പോക്ക് എന്തായാലും നടക്കൂല. കുറ്റ്യാടി വഴിക്ക് പോക്ക് നടക്കൂല. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലെത്താൻ. അതാണ് അനുഭവം വിജയകുമാർ. എന്തായാലും ഈ ബദൽ പാത അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ട ഒരു പശ്ചാത്തലം കൂടിയാണിത്. അത്തരം ചർച്ചകളിലേക്ക് കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിജയകുമാർ. ശരി സുർജിത്ത്, എന്തായാലും അവിടെ കനത്ത മഴ ഇപ്പോഴും പെയ്യുകയാണ്. നേരത്തെ മഴ ഇല്ലാതിരുന്ന സമയത്താണ് ചുരത്തിലേക്ക് മണ്ണിടിച്ചിലുണ്ടായത് കഴിഞ്ഞ ദിവസം. ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടെ അവിടെ മണ്ണിടിയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ അവിടെ കാത്തു നിൽക്കുന്നു, വാഹനങ്ങൾ കാത്തു നിൽക്കുന്നു, കാൽനടയായി ആളുകൾ പോകാൻ ശ്രമിക്കുന്നു, ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, അവിടെ എനിക്ക് തോന്നുന്നു അടിവാരത്തൊക്കെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ചുരം കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ, യാത്രാ വാഹനങ്ങൾ ഉൾപ്പെടെ. എന്താണ് ഒരു ഔദ്യോഗിക വിശദീകരണം? കോഴിക്കോട് ഭാഗത്തു നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ല എന്നതടക്കം വലിയ പരാതികൾ ഈ ലക്കിടിയിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സമീറിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് അടിവാരത്തും ഉള്ളത്. ഈ 1-ാം വളവ് മുതൽ അടിവാരം ബസ് സ്റ്റാൻഡ് വരെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നു. അതിനകത്ത് ആശുപത്രിയിൽ പോകുന്നവരുണ്ട്, അതുപോലെ മറ്റു ആവശ്യങ്ങൾക്ക് പോകുന്നവരുണ്ട്, കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവരുണ്ട്. അവരുടെ കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ തീരുന്നു. വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം ഉണ്ടായ, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിൻ്റെ തൊട്ട് അരികിലായിക്കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഈ മണ്ണൊക്കെ റോഡിന്റെ അരികിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്നു. മഴയ്ക്കൊപ്പം ഈ മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മണ്ണും അതുപോലെ തന്നെ പാറ കഷ്ണങ്ങളും താഴേക്ക് പതിക്കുന്നുണ്ട്. അതാണ് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വാഹനം കടത്തിവിടാൻ കഴിയും. പക്ഷേ ഏതെങ്കിലും ഒരു വാഹനങ്ങൾ കടന്നു പോകുന്ന വേളയിൽ കൂടുതൽ പാറ കഷ്ണങ്ങളും മരക്കൂട്ടങ്ങളും ഒക്കെ താഴേക്ക് പതിച്ചാൽ അത് വലിയ അപകടമുണ്ടാക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ പാറച്ചികളുകളൊക്കെ ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങോട്ട് തെറിച്ചു വീണത്. സമാനമായ രീതിയിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന വേളയിൽ തന്നെ നമുക്ക് ഈ പാറക്കൂട്ടം ഈ റോഡിന്റെ ഭാഗത്ത് ചേർന്ന് കിടക്കുന്ന ഇവിടേക്ക് തെറിച്ചു വീഴുന്ന കാഴ്ച കാണുന്നുണ്ട്. അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് റവന്യൂ വകുപ്പുള്ളത്, ജില്ലാ ഭരണകൂടമുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള അറിയിപ്പുകളാണ് വരുന്നത്. അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു വേളയിൽ ബദൽ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന നിർദ്ദേശം. കോഴിക്കോട് നിന്നും
വയനാട്ടിലേക്ക് പോകുന്നവർ കുറ്റ്യാടി ചുരം വഴി കടന്നു പോകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നവർ അവർ നാടുകാണി ചുരം വഴി ഹൈറേഞ്ചിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തിരിച്ചും ആ വഴി തന്നെ ഇവർക്ക് തിരിച്ചിറങ്ങണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നു. നിലവിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള, അതായത് ആംബുലൻസുകൾക്ക് മാത്രമാണ് ഈ വഴി കടന്നു പോകാനുള്ള ഒരു അനുമതി നൽകുന്നത്. മറ്റേ ആർക്കും തന്നെ അനുമതി നൽകുന്നില്ല. വലിയ അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. സമീർ സൂചിപ്പിച്ചതുപോലെ അവിടെ അപകട സാധ്യതയുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ വാഹനങ്ങൾ കടത്തിവിടാം, പക്ഷേ തുടർച്ചയായി മഴ പെയ്യുന്നു. ഇടയ്ക്കിടെ പാറകളും കല്ലുകളും ഒക്കെ താഴേക്ക് പതിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അടുത്ത നടപടി എന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഭാഗികമായെങ്കിലും അതിലൂടെ യാത്ര സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ ലക്കിടിയിലും താഴെ അടിവാരത്തുമൊക്കെ വാഹനങ്ങളുടെ നീണ്ട നിര ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ദുരിതപ്പെയ്ത്തിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. ജമ്മു കാശ്മീരിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും മരണം 41. നിരവധി പേർക്ക് പരിക്കേറ്റു. മഴക്കെടുതി രൂക്ഷമായ പഞ്ചാബിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി ഹൈവേ അടച്ചു. മൂന്ന് ദിവസമായി തുടരുന്ന മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിതച്ചത് കനത്ത നാശനഷ്ടം. നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിലായി. ജമ്മു കാശ്മീരിലെ ബലീചരണയിൽ 35 വീടുകൾ തകർന്നു. മഴക്കെടുതി ശക്തമായ ധോഡ, അനന്ത്നാഗ് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി പേരെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റി. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ജമ്മുവിലെ രക്ഷാപ്രവർത്തനവും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി നൽകി. പരീക്ഷകൾ മാറ്റിവെച്ചു. മഴക്കെടുതി ബാധിച്ച പഞ്ചാബിൽ വ്യോമസേന രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ശക്തമായ മഴയെ തുടർന്ന് ഹിമാചലിൽ മണ്ണിടിച്ചിലുണ്ടായി. ചണ്ഡീഗഡ് മണാലി ഹൈവേ അടച്ചു. കുളുവിൽ ബിയാസ് നദി കരകവിഞ്ഞൊഴുകിയതോടെ ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. 24 ഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച്. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും. പ്രത്യേക സംഘത്തെ നിയോഗിച്ചായിരിക്കും അന്വേഷണം. രാഹുലിനെതിരെ ഉള്ളത് കള്ളക്കേസാണ് എന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രതികരിച്ചു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, അശ്ലീല സന്ദേശമയക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് കേസ്. നേരിട്ട് പരാതി ലഭിക്കാത്തതിനാൽ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും. ആരെങ്കിലും നേരിട്ടോ അല്ലാതെയോ പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും പോലീസിൽ ലഭിച്ച പരാതികൾ കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. പ്രത്യേക സംഘത്തെ നിയോഗിച്ചായിരിക്കും അന്വേഷണം. ക്രൈംബ്രാഞ്ച് റേഞ്ച് DOSP C ബിനുകുമാർ ചുമതല വഹിക്കും. സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. പുറത്തുവന്ന ചാറ്റും ശബ്ദ സന്ദേശത്തിന്റെയും അടക്കം ആധികാരികത പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പരാതിക്കാരും തെളിവുമില്ലാതെയാണ് കേസെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പോൾ അത് നിയമ പോരാട്ടത്തിലൂടെ ആ ആളെന്ത് ചെയ്യും? നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതുൾപ്പെടെയുള്ള ശബ്ദരേഖ പുറത്തുവന്നത് ക്രൈംബ്രാഞ്ച് കേസിന് ആധാരമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായും നിയമപരമായും ഉപദേശങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. അതിനിടെ ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൗസ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 28 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ഗൃഹസന്ദർശന ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ MLA സ്ഥാനം ഒഴിയണമെന്ന് ചില വോട്ടർമാർ പ്രതികരിച്ചു. അതേസമയം MLA ഓഫീസിന്റെ പ്രവർത്തനത്തിന് അത് സാധാരണ നിലയിലാണ് എന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ മണ്ഡലത്തിലെത്തുമെന്നും ജീവനക്കാർ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൃഹസന്ദർശന ക്യാമ്പയിൻ നടത്തി പാലക്കാട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് ഡിവൈഎഫ്ഐ. ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരായി ആളുകൾ രംഗത്ത് വരികയാണ്. ഇത് ആര് മനസ്സിലാക്കണം? VD സതീശൻ മനസ്സിലാക്കണം. ഇത് ഷാഫി പറമ്പിൽ മനസ്സിലാക്കണം. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മണ്ഡലത്തിലെ ചില വോട്ടർമാരും അഭിപ്രായപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ വോട്ടർമാരെ കാണാമെന്നതാണ്. ആ ക്യാമ്പയിന് വലിയ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്
രാഹുൽ മണ്ഡലത്തിലില്ലെങ്കിലും MLA ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് ജീവനക്കാർ പറയുന്നു. ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. ഓഫീസിന്റെ പ്രവർത്തനങ്ങളൊക്കെ പഴയ പോലെ തന്നെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ആളുകൾ വരുന്നുണ്ട്, കത്തുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ടിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് തിരികെ എത്തുമെന്ന് ഓഫീസിലെ ജീവനക്കാർ അറിയിച്ചു. 24 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഷാഫി പറമ്പിലിനെയും ലക്ഷ്യം വെച്ച് CPIM രാഹുലിന്റെ സംരക്ഷകർ എന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ നേതാവിനും ഷാഫിക്കുമെതിരെയുള്ള നീക്കം. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് മാതൃകാപരമായ നിലപാടെടുത്തു എന്നായിരുന്നു RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായതോടെ ലൈംഗികാരോപണ വിവാദത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിൽ MPക്കുമെതിരെ തിരിച്ചുവിടാനാണ് CPIMന്റെ ശ്രമം. വിവാദം സജീവമാക്കി നിലനിർത്തുന്നതിനും രാഷ്ട്രീയ നേട്ടത്തിനും അതാണ് നല്ലതെന്ന വിലയിരുത്തലാണ് നീക്കം. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നതും ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയാൻ യുവജന സംഘടനകളെ കളത്തിലിറക്കുന്നതും. പാർട്ടി മുഖപത്രത്തിൽ സംസ്ഥാന സെക്രട്ടറി എഴുതിയ ലേഖനത്തിലും പ്രതിപക്ഷ നേതാവിനെതിരെയാണ് മുനകൂർപ്പിക്കുന്നത്. ഈ അപരാധം പാലക്കാട്ടെ പാവപ്പെട്ട സാധാരണ മനുഷ്യരുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചതിന് കോൺഗ്രസ് പാർട്ടി പാലക്കാട്ടെ ജനങ്ങളോട് മാപ്പ് പറയണം. എന്നാൽ CPIMന്റെ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയം തിരിച്ചറിയുന്ന UDF ഘടകകക്ഷികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ച ശ്രീ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ മാതൃകാപരമായി കോൺഗ്രസ് അതിൽ നിലപാടെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവരും ഇതുവരെ നിയമസഭാ സെക്രട്ടറിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു അഭിപ്രായ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. കാരണം നിയമസഭ ഇന്നലെ തുടങ്ങാൻ ഇന്നലെ ശുപാർശ ചെയ്തിട്ടുള്ളൂ. ഏതെങ്കിലും തരത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും സോഫാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നിയമസഭയുടെ സമ്മേളനത്തിന് മുമ്പ് തന്നെ കത്ത് നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. 24 തിരുവനന്തപുരം. 24 ഇംപാക്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണം തേടി DMO. ആശുപത്രി അധികൃതരോടാണ് വിശദീകരണം തേടിയത്. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്കിടെ കട്ടാക്കട സ്വദേശിനി സുമയ്യയുടെ ശരീരത്തിൽ സർജിക്കൽ ഗൈഡ് ട്യൂബ് കുടുങ്ങിയ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ചികിത്സാ പിഴവിൽ ഡോക്ടർ വീഴ്ച സമ്മതിക്കുന്ന ശബ്ദരേഖയും അതിനിടെ പുറത്തു വന്നു. 2023 നടത്തിയ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് ട്യൂബുമായി സുമയ്യ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചത് 2 വർഷത്തിലധികം. ശ്വാസമുട്ടൽ കടുത്തതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എക്സ്റേ എടുത്തപ്പോഴാണ് ട്യൂബ് കുടുങ്ങിയ കാര്യം കണ്ടെത്തുന്നത്. പിന്നാലെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു. സുമയ്യയുടെ ബന്ധു ഡോക്ടറോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. തെറ്റ് സംഭവിച്ചെന്ന ശബ്ദരേഖയിൽ ഡോക്ടർ രാജീവ് കുമാർ. ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇട്ടത്. നമ്മള് പെട്ട് നിൽക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. മരുന്നിനുള്ള ട്യൂബിട്ടവരാണ് ഉത്തരവാദികളെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ ഇതോട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഞാനല്ല ചെയ്തത്. കാരണം നമ്മൾ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം, നമ്മൾ ചെയ്യുന്ന സാധനമേ അല്ല. ബന്ധമില്ല. എനിക്ക് സത്യമായി എനിക്ക് ബന്ധമൊന്നുമില്ല. എന്റെ യൂണിറ്റിലായിരുന്നു ഡ്യൂട്ടിയുള്ള ഇട്ടത്. ഡോക്ടർ രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശ്രീചിത്രയിൽ നടത്തിയ പരിശോധനയിലാണ് ഗൈഡ് ട്യൂബ് രക്തക്കുഴലുമായി ഒട്ടിയെന്നും തിരിച്ചെടുക്കുന്നത് ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന കാര്യമാണെന്നും ഉറപ്പിക്കുന്നത്. ഇതോടെ ഡോക്ടർ രാജീവ് കുമാർ കൈയൊഴിഞ്ഞു. ശ്രീചിത്രയിലെ ചികിത്സയ്ക്ക് രാജീവ് കുമാർ പണമയച്ചു നൽകിയതിന്റെ തെളിവും പുറത്തു വന്നു. വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനറൽ ആശുപത്രി അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംഭവത്തിൽ സുമയ്യ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. ആരോഗ്യവകുപ്പിലെ സ്ഥിരം നാടകം പോലെ റിപ്പോർട്ട് തേടി തലയൂരുകയല്ല വേണ്ടത്. 26-കാരിക്ക് തുടർ ചികിത്സ ഉറപ്പാക്കണം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കണം. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ 43 വയസ്സുകാരിക്കാണ് രോഗം. കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലുള്ളവരുടെ എണ്ണം 9ആയി. അമീബിക് മസ്തിഷ്ക ജ്വര ഭീതിയൊഴിയാതെ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ 43 വയസ്സുകാരിക്കാണ് ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചത്. ആദ്യം കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് ഇവർ ചികിത്സ തേടിയത്. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്രവം പരിശോധനയ്ക്ക് അയച്ചു. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.
അതേസമയം ഉറവിടം വ്യക്തമായിട്ടില്ലെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്. 30, 31 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി കുളങ്ങളും കിണറുകളും പൊതുജലാശയങ്ങളും കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടത്തും. സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവുമായി ചേർന്ന് പഠനം നടത്താനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണ ക്ഷാമം വിവാദമായതിന് പിന്നാലെ കോഴിക്കോട്ടും സമാനമായ സാഹചര്യം. ഉപകരണങ്ങൾ തീർന്നതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നു മുതൽ ആൻജിയോപ്ലാസ്റ്റി നിർത്തിവെക്കും. സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഉത്തരവാദികളായിരിക്കില്ല എന്ന് കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിനെ രേഖാമൂലം അറിയിച്ചു. ഈ മാസം ജൂലൈ വരെ കുടിശ്ശിക ഇനത്തിൽ വിതരണക്കാർക്ക് നൽകാനുള്ളത് 35 കോടി രൂപയാണ്. ഇത് എത്രയും വേഗം നൽകണമെന്ന് വിതരണക്കാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് ഉപകരണങ്ങളുടെ വിതരണം പൂർണ്ണമായി നിർത്തിവെക്കാനുള്ള തീരുമാനം. അത്യാഹിത വിഭാഗത്തിൽ ആൻജിയോപ്ലാസ്റ്റി ഇന്നു മുതൽ നിർത്തിവെക്കും. ശസ്ത്രക്രിയാ ഉപകരണങ്ങളായ ബലൂൺ, ഗൈഡ് വയറുകൾ എന്നിവ തീർന്നതോടെയാണ് പ്രതിസന്ധി. സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഉത്തരവാദികളായിരിക്കില്ലെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിനെ രേഖാമൂലം അറിയിച്ചു. മുഴുവൻ തുകയും ലഭിക്കാതെ ഇനി ശസ്ത്രക്രിയാ ഉപകരണം വിതരണം ചെയ്യേണ്ടെന്നാണ് വിതരണക്കാരുടെ സംഘടനയുടെ തീരുമാനം. നിലവിൽ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മുടക്കമില്ലാതെ നടക്കുമെന്നാണ് അധികൃതരുടെ പ്രതികരണം. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ദുരിതത്തിലാകുന്നത് രോഗികളാണ്. 24 കോഴിക്കോട്. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുതിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് എത്ര ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24 മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെ ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി ഡോക്ടർ ശശി തരൂർ MP. സ്ഥാനമാനങ്ങൾ താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് എക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ തരൂർ നിലപാട് വ്യക്തമാക്കിയത്. ഹർത്താൽ നിരോധിച്ച് നിക്ഷേപ സംരക്ഷണ നിയമം പാസ്സാക്കണമെന്നും കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണ് എന്നും ശശി തരൂർ പറഞ്ഞു. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ ഏറ്റവും അധികം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തന്നെയാണെന്ന സർവേ ഫലം ഡോക്ടർ ശശി തരൂർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് ഏറെ വിവാദമായിരുന്നു. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ സംഭവത്തിൽ ശശി തരൂരിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിലെ നിലപാടിൽ തരൂർ വ്യക്തത വരുത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു സ്ഥാനവും താൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് തരൂരിന്റെ മറുപടി. Absolutely never sought after any position in my entire career. Every job I have held from my UN days onwards, people have sought me out and said, we need you for this, and I have served. That's basically been the way it's been. I don't think there's a single person on this planet who can turn around and say that Shashi asked for something or did something. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ തന്നെയാണ് തന്റെ പേര് മുന്നോട്ട് വച്ചതെന്നും പലരും ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു അതെന്നും തരൂർ. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കണം, ഇതിനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ താൻ തയ്യാറെന്നും ശശി തരൂർ വ്യക്തമാക്കി. 24 ഡൽഹി. KPCC പുനഃസംഘടന വൈകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി രൂക്ഷമാകുന്നു. പുതിയ നേതൃത്വത്തിലെ ചിലരുടെ താൽപര്യക്കുറവാണ് പുനഃസംഘടന വൈകിപ്പിക്കുന്നത് എന്നാണ് ആക്ഷേപം. സംസ്ഥാനത്ത് സമവായമുണ്ടായില്ലെങ്കിൽ നേരിട്ടിടപെടും എന്ന് ഹൈക്കമാൻഡ് സൂചന നൽകിയിട്ടുണ്ട്. KPCCയുടെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മൂലം നീണ്ടുപോയ പുനഃസംഘടന ഓഗസ്റ്റ് ആദ്യവാരത്തിനകം പൂർത്തിയാക്കണമെന്ന് അന്തിമ ധാരണയിലെത്തിയിരുന്നു. നേതൃത്വം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ കൈമാറിയ ജംബോ പട്ടിക ഹൈക്കമാൻഡ് നിരസിച്ചതോടെ പുനഃസംഘടന വീണ്ടും നീണ്ടു. സംസ്ഥാനത്തെത്തി സമവായമുണ്ടാക്കി പട്ടിക കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് അനന്തമായി നീളുകയാണെന്നാണ് കോൺഗ്രസിൽ ഉയരുന്ന പരാതി. ഈ മാസം 31-നകം പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നതിനെ തുടർന്ന് കഴിഞ്ഞ 20-ന് ഇന്ദിരാഭവൻ വെച്ച് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിരുന്നു.
1 മണിക്കൂർ മാത്രം നീണ്ട ചർച്ച പിന്നെയും തുടരാൻ ധാരണയായിരുന്നെങ്കിലും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പിന്നീട് പുനഃസംഘടനാ വിഷയത്തിൽ ഒരുമിച്ചിരുന്നിട്ടില്ല. ഇതിനിടെ രാഹുൽ വിവാദമുണ്ടായത് കാരണമാണെങ്കിലും പുതിയ നേതൃത്വത്തിന്റെ താൽപര്യക്കുറവ് മൂലമാണ് ചർച്ച നീണ്ടുപോകുന്നതെന്നാണ് ആക്ഷേപം. KPCCയുടെ പുതിയ നേതൃത്വത്തിലെ യുവാക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ പരാതികൾ. ഭാരവാഹികളില്ലാത്തതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വവും ഇപ്പോൾ പുതിയ നേതൃത്വമാണ് നിർവഹിക്കുന്നത്. ഇത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പുനഃസംഘടന നീട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് പരാതി. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ചിരുന്നാൽ പരിഹരിക്കാവുന്ന തർക്കങ്ങളെ പുനഃസംഘടന സംബന്ധിച്ച് പാർട്ടിയിലുള്ളൂ. എന്നിട്ടും ചർച്ച നടക്കാത്തത് താൽപര്യക്കുറവുകൊണ്ടാണെന്നും ആക്ഷേപമുണ്ട്. ഓണം കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ തുടങ്ങും. അതുകൊണ്ട് തന്നെ പുനഃസംഘടന പിന്നെയും നീണ്ടേക്കുമെന്ന ആശങ്കയാണ് പരാതികളുടെ അടിസ്ഥാനം. സംസ്ഥാനത്ത് സമവായമുണ്ടായില്ലെങ്കിൽ നിരീക്ഷകർ വഴി ഇടപെടുമെന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയതായും സൂചനയുണ്ട്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലപാട് കടുപ്പിച്ച് BJP. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള CPMന്റെ രാഷ്ട്രീയ നാടകമാണ് സംഗമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ഭക്തരോട് മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാവൂ എന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ BJP നിലപാടിൽ വിരട്ടൽ വേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഇതിന് മറുപടിയുമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ നാടകമാണിതെന്നും നാസ്തികനായ മുഖ്യമന്ത്രിയാണോ പരിപാടി സംഘടിപ്പിക്കേണ്ടതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഹിന്ദു വിശ്വാസിയാണ്. ശബരിമലയിൽ 18 തവണ 18 പടി കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയെ കുറിച്ചും മറ്റേ 2-3 കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കുറച്ച് ഒരു നോളജ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. തന്നെ ക്ഷണിച്ചാൽ പരിപാടിയിൽ പങ്കെടുക്കും. എന്നാൽ മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയണം. ഭക്തന്മാർക്കെതിരെ പ്രക്ഷോഭ സമയത്തെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും BJP വ്യക്തമാക്കി. ആരെതിർത്താലും പരിപാടി സംഘടിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും തീരുമാനം. 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്, താമരശ്ശേരി ചുരത്തിൽ കനത്ത മഴയാണ്. അവിടെ വീണ്ടും മണ്ണിടിഞ്ഞു. പാറക്കഷ്ണങ്ങളൊക്കെ റോഡിലേക്ക് പതിച്ച അവസ്ഥയാണ്. ആ ദൃശ്യങ്ങൾ, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കാണാം. വലിയ കുത്തൊഴുക്കാണ് ചുരം റോഡിൽ. സമീർ C. മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സമീർ, നേരത്തെ ആ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ടടുത്തായിരുന്നു സമീർ നിന്നത്. ആ ഭാഗത്ത് തന്നെയാണോ വീണ്ടും പാറക്കഷ്ണങ്ങളൊക്കെ റോഡിലേക്ക് പതിച്ചിപ്പോഴും വെള്ളം ഇങ്ങനെ കുത്തിയൊഴുകുന്ന കാഴ്ചയും അവിടെ നിന്ന് തന്നെയാണോ? വിജയകുമാർ, അവിടെ നിന്ന് തന്നെയാണ് ഈ കാഴ്ച. ശക്തമായ രീതിയിലാണ് മഴ പെയ്യുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് വീണ്ടും അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ മരങ്ങളുമൊക്കെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വലിയൊരു ആശങ്കപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും വലിയ രീതിയിൽ ഇനിയും പാറക്കൂട്ടങ്ങളെല്ലാം തന്നെ താഴേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഞാൻ നേരത്തെ നിന്നിരുന്ന ആ ഭാഗത്തൊക്കെ വീണ്ടും പാറക്കഷ്ണങ്ങൾ വന്നുകൊണ്ട് കൂടിയിരിക്കുന്നു. അവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ ചുരം വോളണ്ടിയേഴ്സ്, അതുപോലെ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ശക്തമായ ഒഴുക്കം നമുക്കിപ്പോൾ കാണാനാകുന്നു. വെള്ളം വലിയ രീതിയിലാണ് കുത്തി ഒഴുകുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ വീണിരുന്ന പാറക്കഷ്ണങ്ങളും മരങ്ങളും ഒക്കെ തന്നെ ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഈ നേരത്തെ ഈ ഭാഗത്തുണ്ടായിരുന്ന മണ്ണും മരങ്ങളും ഒക്കെ തന്നെ റോഡിന്റെ വശത്തേക്ക് മാറ്റിയിരുന്നു. ഗതാഗതം സാധ്യമാകുന്ന വിധത്തിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വീണ്ടും റോഡിന്റെ മധ്യഭാഗത്തേക്ക് ഉൾപ്പെടെ മരങ്ങളും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളും വന്ന് ഇരിക്കുകയാണ്. മണ്ണും വീടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ മണ്ണിടിച്ചിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാറക്കൂട്ടങ്ങൾ അവിടെ പതിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഏറെ അകലേക്ക് വലിയ രീതിയിൽ ദൂരങ്ങളിലേക്ക് പോലും അത് തെറിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിന്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ മറ്റ് ഇടങ്ങളിൽ നിന്ന് കൂടി ഈ മരങ്ങളൊക്കെ കടപുഴകി വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കൂടുതൽ ആളുകളെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാം തന്നെ ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന്, ഈ പാറക്കൂട്ടങ്ങളുടെയൊക്കെ മുകളിൽ നിന്ന് ശക്തമായ രീതിയിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമീർ സംസാരിക്കുന്നതിനിടയിലും അവിടെ മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്. കുറെ കൂടി സുരക്ഷിതമായ അകലത്തിലേക്ക് മാറി നിന്നുകൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് വിവരങ്ങൾ എത്തിച്ചു നൽകാം. സുരക്ഷിതമായി മാറി നിൽക്കുക. കാരണം അത് എവിടെ നിന്നാണ് കൃത്യമായി
ആദ്യമായി ഈ പാറയും മണ്ണും വരുന്നത് എന്നത് സംബന്ധിച്ച് നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അതിനപ്പുറത്തേക്ക് കുറെ കൂടി അപകടം അതിന് മുകളിൽ ഉണ്ടെന്നുള്ളതാണല്ലോ ഈ ദൃശ്യങ്ങളാകെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കുറെ കൂടി സുരക്ഷിതമായി നിന്നുകൊണ്ട് നമുക്ക് വിവരങ്ങൾ കൈമാറാം. അവിടെ ഈ മഴ പെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മുകളിൽ നിന്ന് പാറക്കൂട്ടങ്ങൾ കല്ലും മണ്ണും ഒക്കെ താഴേക്ക് പതിക്കുകയാണ്. നമ്മൾ അത് നോക്കൂ, ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ അവിടെ നിന്ന് ഇങ്ങനെ മണ്ണും പാറകളും ആ ഭാഗത്ത് നേരത്തെ മണ്ണിടിഞ്ഞതാണ്, അവിടെ നിന്ന് തന്നെ വീണ്ടും 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 അവിടെ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയാണ്. അത് പ്രേക്ഷകർ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ. പുതിയ മണ്ണിടിച്ചിലാണ്. ഇപ്പോൾ മഴ കനത്തതോടെ റോഡിലേക്ക് വീണ്ടും, നേരത്തെ റോഡൊക്കെ വൃത്തിയാക്കിയതാണ്, വീണ്ടും മണ്ണ് വലിയ തോതിൽ അവിടേക്ക് ഇങ്ങനെ ഇടിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. കനത്ത മഴയാണ് ചുരം റോഡിൻ്റെ ആ ഭാഗത്ത് വയനാട് മേഖലയിൽ പെയ്യുന്നത്. അതിനനുസരിച്ച് മണ്ണ് വീണ്ടും ചുരം റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്നു. താമരശ്ശേരി ചുരത്തിൽ കനത്ത മഴയിൽ വീണ്ടും അവിടെ മണ്ണിടിച്ചിലുണ്ടായി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. റോഡിലേക്ക് വലിയ പാറക്കഷ്ണങ്ങളൊക്കെ തുടർച്ചയായി വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കനത്ത മഴ തുടരുന്നു. അതനുസരിച്ച് മേളിൽ നിന്ന് ഈ പാറയും മണ്ണും അവിടെ റോഡിലേക്ക് വീഴുകയും ചെയ്യുന്നു. നേരത്തെ റോഡ് ഗതാഗതത്തിന് ഭാഗികമായെങ്കിലും തുറന്നു കൊടുക്കുന്നതിനെപ്പറ്റി ആലോചനകൾ നടക്കുന്നതിനിടെയാണ് കനത്ത മഴ പെയ്യുകയും റോഡിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തത്. തുടക്കത്തിൽ മണ്ണിടിച്ചിലുണ്ടായ അതേ ഭാഗത്ത് തന്നെയാണ് വീണ്ടും തുടർച്ചയായി ഇങ്ങനെ പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും കല്ലുകളും മണ്ണുമൊക്കെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. റോഡിലേക്ക് വീണ്ടും അത് വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. നേരത്തെ റോഡ് വൃത്തിയാക്കി പാറയൊക്കെ നീക്കി മണ്ണൊക്കെ നീക്കിയതായിരുന്നു, പക്ഷേ വീണ്ടും പഴയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് അതിന് മുകളിൽ വനത്തിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ കൂടുതൽ വിശദമായ പരിശോധന വേണ്ടിവരും എന്നതാണ് ഈ സൂചനകളൊക്കെ നൽകുന്നത്. നേരത്തെ ഡ്രോണൊക്കെ ഉപയോഗിച്ച് അവിടെ നടത്തിയ പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നായിരുന്നു വനം വകുപ്പിൻ്റെയും ഭൗമശാസ്ത്ര വിഭാഗത്തിൻ്റെയും ഒക്കെ വിലയിരുത്തൽ. അതിനനുസരിച്ച് ആണ് റോഡ് തുറന്നു കൊടുക്കുകയും ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നതാണ് പുതിയ ഈ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത്. മഴ പെയ്യുന്നതിനനുസരിച്ച് വീണ്ടും അവിടെ മണ്ണിടിച്ചിലുണ്ട്. സമീർ സി മുഹമ്മദ് ചുരം റോഡിൽ നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മഴ തുടരുകയാണോ ഇപ്പോഴും? എന്തെങ്കിലും ഔദ്യോഗിക വിശദീകരണങ്ങൾ ഉണ്ടോ ഇക്കാര്യത്തിൽ? വിജയകുമാർ, മഴ തുടരുകയാണ്. മാത്രമല്ല അതിനോടൊപ്പം തന്നെയാണ് വലിയ രീതിയിൽ പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ മണ്ണും താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്, മരങ്ങളും താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ റോഡിൻ്റെ ഭാഗമൊക്കെ തന്നെ നേരത്തെ വൃത്തിയാക്കിയതാണ്, റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും മണ്ണൊക്കെ മാറ്റിയതാണ്. പക്ഷേ ആ ഭാഗത്തേക്കാണ് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത്. വീണ്ടും ഈ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയത്തൊന്നും ആ മണ്ണ് മാറ്റുക എന്നുള്ളത് അസാധ്യമാണ്. അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും മാധ്യമപ്രവർത്തകരും എല്ലാം തന്നെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങളും പോലീസിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും മഴ കനക്കുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇളകിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാനാകുന്നു. അതെപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ഭാഗത്തേക്ക് പരമാവധി ആളുകൾ പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ചുരം ബ്രിഗേഡ്സ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗതാഗതം ഇനി അടുത്ത സമയത്തൊന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ശരി, അതാണ് സമീറെ അതിലെ ആശങ്കയും. അവിടേക്ക് ഈ വഴി പോകാനൊക്കെ കാത്തു നിൽക്കുന്ന ആളുകൾ അങ്ങ് ലക്കിടിയിലും അതുപോലെ തന്നെ ഇവിടെ അടിവാരത്തുമൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും സമീപ മണിക്കൂറുകളിലൊന്നും ഈ റോഡിലൂടെ യാത്ര പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊരു റിസ്ക് ആണ്. കാരണം തുടർച്ചയായി മഴ പെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീഴുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക എന്നത് വലിയ സാഹസമായിരിക്കും. അതുകൊണ്ട് അധികൃതർ പ്രത്യേക ശ്രദ്ധ അതിൽ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റ് വഴികൾ കുറ്റ്യാടി, നാടുകാണി ചുരമൊക്കെ പകരം വഴിയായി ഉപയോഗിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഷാങ്ഹായി സഹകരണ ഉച്ചകോടി നടക്കുന്ന രാജ്യമേത്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നു. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.